ഇന്നിതാ ഞാൻ എഴുന്നേറ്റ് വന്നപ്പോൾ തന്നെ കണ്ട കാഴ്ച ഉമ്മാൻ്റെ മകനെ ഇങ്ങനെ യാത്ര അയച്ച് ഇങ്ങനെ ഓരോന്ന് ചൊല്ലിപ്പറഞ്ഞിരിക്കുന്നതാണ് കേട്ടോ കാണുന്നത്. അപ്പോൾ രാവിലെ ഞാനത് കയറുന്നത് ജസ്റ്റ് വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു. പക്ഷേ വീഡിയോൻ്റെ നമ്മൾ ആ വീഡിയോ ചെയ്യുന്ന ബട്ടൺ നെക്കിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ജസ്റ്റ് വീഡിയോ അങ്ങനെ ഓണാക്കി വെച്ചിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അവൻ അങ്ങോട്ട് പോയി കഴിഞ്ഞിട്ട് ഞാൻ നോക്കിയപ്പോഴാണ് എൻ്റെ പൊട്ടത്തരം ഞാൻ മനസ്സിലാക്കിയത് കേട്ടോ. അങ്ങനെ രാവിലെ ഞാൻ എഴുന്നേറ്റ് വരുന്നേ ഉള്ളൂ, പല്ല് തേച്ചിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. വന്ന പാടെ ഇതാ മുന്നിലേക്ക് ഇങ്ങനെ അവരെ പോകുന്ന ആ ഒരു സൗണ്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങോട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ അവൻ പോയി അകത്തേക്ക് ഉമ്മാൻ്റെതായിട്ടുള്ള പണികൾക്കായിട്ട് പോയിട്ടോ. അപ്പം അനുജും ഇപ്പോൾ ഒരു ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് എന്നുള്ള സംഭവത്തിലാണ്. ഇപ്പോൾ രാവിലെ ഒന്നും കഴിക്കാറില്ല കേട്ടോ. അവന് ഒന്നും കഴിക്കാതെയാണ് പോവാറ്. പിന്നെ അവിടുന്ന് ഉച്ചയ്ക്ക് ചില ദിവസമേ കഴിക്കുള്ളൂ. അധികം വീട്ടിൽ വൈകുന്നേരം എത്തിയതിന് ശേഷമാണ് കേട്ടോ അവന് ഫുഡ് കഴിക്കുക. വെയിറ്റ് കുറക്കാനുള്ളതാണ്. ഞങ്ങളൊക്കെ ഒരു തടിയൻ ഫാമിലിയാണ് കേട്ടോ. അപ്പം എന്താ പറയുക, ഉമ്മയൊക്കെ നല്ല ചെറുപ്പത്തിലും നല്ല തടി ഉണ്ടായിരുന്നു. ചെറുപ്പത്തിൽ നല്ല എന്താ ഈ പ്രസവമൊക്കെ കഴിഞ്ഞ് ഉമ്മ നല്ല തടി. ആ പ്രസവത്തിന് ശേഷമാണ് കേട്ടോ ഉമ്മ തടി വെച്ചത്. അല്ലാതെ വലിയ തടിയുള്ള ആളൊന്നുമില്ല. പക്ഷേ ഉപ്പാൻ്റെ ഫാമിലി മൊത്തം നല്ല തടിയുള്ള ആൾക്കാരാണ്. ആ ഒരു പാരമ്പര്യമായിരിക്കും ഞങ്ങൾക്ക് കിട്ടിയത്. പിന്നെ ഫുള്ളായിട്ട് പാരമ്പര്യത്തിന് വിടുന്നില്ല. അത്യാവശ്യം നല്ല ഫുഡൊക്കെ കഴിച്ച് അങ്ങനെയൊക്കെ തന്നെയാണ് ഉണ്ടാവുമല്ലോ. ഒന്നാമത് ഉമ്മാൻ്റെ കൈപ്പുണ്യം. ഉമ്മ അടിപൊളി സംഭവങ്ങൾ ഫുഡ് ഇങ്ങനെ ഉണ്ടാക്കും കേട്ടോ. അപ്പോൾ പിന്നെ നമ്മളങ്ങനെ അറിയാതെ അങ്ങനെ കഴിച്ചു പോയി. ഇങ്ങനെ വീർത്ത് വന്നതാണ്. അപ്പോൾ ഞങ്ങൾ 3 പേരും, ഞാനും അനിയനും അനിയത്തിയും ഒക്കെ നല്ല അടിപൊളി, ആര് കണ്ടാലും മോശം പറയാത്ത ഒരു വണ്ണുള്ള ആൾക്കാരാണ്. അപ്പോൾ ഇപ്പോൾ കുറച്ച് നമ്മളൊരു 30 വയസ്സ് കഴിയുമ്പോൾ നമുക്കൊരു ബോധം വെക്കുമല്ലോ, എന്തെങ്കിലുമൊക്കെ കുറക്കണം ചെയ്യണം, അങ്ങനെയുള്ള സംഭവങ്ങളാണ്. ഇപ്പോൾ എൻ്റെ ഒരു 4 വയസ്സിന് ഇളയതാണ് കേട്ടോ അനിയന്. അപ്പോൾ അവന് എന്താ പറയുക, പിന്നെ ഇപ്പോൾ ഇങ്ങനെ ഒരു വർഷമായിട്ട് ഇങ്ങനെ, ഒരു വർഷം എന്നല്ല കുറച്ചായിട്ട് ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ആണ് ചെയ്യുന്നത്. പക്ഷേ എന്തെങ്കിലുമൊക്കെ പരിപാടി കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലോ നല്ല കഴിക്കും ചെയ്യും കേട്ടോ. അപ്പോൾ അങ്ങനെ ഇൻ്റർമീഡിയറ്റ് ചെയ്യാൻ വേറെ അസുഖങ്ങളൊന്നും വരില്ലല്ലോ എന്നുള്ള രീതിയിലാണ്. കാരണം നമ്മൾ എത്രത്തോളം പട്ടിണി കിടക്കുക, നമ്മളൊരു 16 മണിക്കൂർ പട്ടിണി കിടക്കുക, പിന്നെ ആ ബാക്കിയുള്ള നേരം ഫുഡ് കഴിക്കാന്ന് പറയുന്നത് എന്താ, നമ്മൾ പട്ടിണി കിടക്കുമ്പോൾ വിശക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഹോർമോൺ, അത് നമുക്ക് ശരീരത്തിന് നല്ലതാണ്, അസുഖങ്ങൾ വരാതെ നമ്മളെ നോക്കും എന്നൊക്കെ ഉള്ളത് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ ഓരോ വീഡിയോയിൽ കണ്ടിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട്, ഓരോ ഡോക്ടർമാരുടെ അഭിപ്രായങ്ങളൊക്കെ കേട്ടോ. അതുകൊണ്ട് പറയാം. അപ്പോൾ അങ്ങനെ പോവുകയാണെങ്കിലും അസുഖങ്ങളൊന്നും വരാതെ നിന്നാൽ മതി. വേറെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തടി എന്ന് പറയുന്നത് അത്ര ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല. നമുക്ക് അസുഖങ്ങൾ വരാതിരിക്കാൻ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മൾ എപ്പോഴും ഹെൽത്തി ആയിക്കുക, അതുപോലെ നമുക്ക് ഇഷ്ടപ്പെട്ട വസ്ത്രങ്ങൾ ധരിക്കാൻ പറ്റുക. ഇതൊക്കെയാണ് എൻ്റെ ഒരു സംഭവം കേട്ടോ. അപ്പോൾ ഞാൻ രാവിലെ എഴുന്നേറ്റ് ഇങ്ങനെ ഫോണും കൊണ്ട് ഇങ്ങനെ നടക്കുകയാണ്. അവിടെ ഞാൻ എഴുന്നേറ്റ് എന്താ പറയുക, അവിടെ നീലുവിനുള്ള കാര്യങ്ങളൊക്കെ പാലുണ്ടാക്കുന്നുണ്ട്, അവനെ കുളിപ്പിക്കാൻ നോക്കുന്നുണ്ട്, അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ. നല്ല അടിപൊളിയായിട്ട് ദോശ, ചെറുപയർ കറി, പിന്നെ ഇന്നലത്തെ ചിക്കൻ കറി ഒക്കെ ഉണ്ട്. അതൊക്കെ ഉണ്ട്. പിന്നെ ഇതാ ഒരുപാട് പാത്രങ്ങളൊക്കെ കഴുകേണ്ട. ഇതൊക്കെ ഒരു 10-11 മണിയാകുമ്പം ഒരു മന ഹെൽപ്പ് ചെയ്യാൻ ഒരാൾ വരും കേട്ടോ. അപ്പം ചെറിയ കുട്ടിയല്ല, നീലു ചെറിയ കുഞ്ഞായത് ആ ഒരു സംഭവത്തിൽ തുടങ്ങിയതാണ് കേട്ടോ. അങ്ങനെ അവിടെ അല്ലെങ്കിൽ ഉമ്മ കിച്ചണത്തെ പരിപാടികൾ നോക്കും, ഞാൻ പുറത്തുള്ള ക്ലീനിങ് പരിപാടികൾ, അങ്ങനെ 2 പേര് പോവുമായിരുന്നു. പിന്നെ അവൾ പ്രഗ്നൻ്റായി, നല്ല റെസ്റ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു. 5 വർഷമായിട്ട് ഉണ്ടാവാതെ ഉണ്ടായതാണ്. അപ്പം നല്ല റെസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അവളുടെ വീട്ടിൽ തന്നെ ആയിരുന്നു കേട്ടോ ഞാനും. അപ്പം ആ ഒരു സംഭവങ്ങൾ തൊട്ടിങ്ങനെ ഉണ്ടായതാണ് ഈ ഒരു ഉമ്മാനെ ഹെൽപ്പ് ചെയ്യാനൊരാൾ. പിന്നെ ഓള് ഞാനും വരുന്നത് ഒരു കുഞ്ഞുവാവനായിട്ടല്ലേ. അപ്പോൾ ആ കുഞ്ഞുവാവനെ നല്ല രീതിയിൽ നോക്കാൻ വേണ്ടിയിട്ട് പിന്നെ ആ ഒരു തുടർച്ചയായിട്ട് തന്നെ അങ്ങോട്ട് അങ്ങനെ ആക്കിയിട്ടോ. ഇനിയിപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് 2 വയസ്സൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ ഒഴിവാക്കാമെന്നൊക്കെയുള്ള പ്ലാനാണ് അവർ. അപ്പോൾ അങ്ങനെ പോകുന്നത്. അപ്പോൾ ഞാനിത് രാവിലത്തെ കറക്കമൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഒരു ഐറൂസ് എഴുന്നേറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഐറൂസിന് മാമ കൊടുക്കുക. എനിക്ക് നീനുട്ടിക്ക് ഇങ്ങനെ ചെറിയൊരു ചെവി വേദന, ഒരു കഫക്കെട്ടിൻ്റെ ഒരു പ്രശ്നമുണ്ട് കേട്ടോ. അപ്പോൾ അവളൊന്ന് ഡോക്ടറെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരുങ്ങി നിൽക്കുന്നത്. അപ്പോൾ ഐറൂസിന് മാമ കൊടുത്തിട്ട് അങ്ങോട്ട് പോകാമെന്ന് കരുതി നിൽക്കുകയാണ്. പോയി ബാക്കി എന്താ പറയുക, അവന് വിശക്കണ്ടല്ലോ ഞാൻ പോയി വരുമ്പോഴേക്കും. അപ്പോൾ ഇവിടെ ആകുമ്പോൾ എന്താ വെച്ചാൽ കിച്ചണത്തെ കാര്യങ്ങളൊന്നും മോളൂന് തീരെ അറിയില്ല കേട്ടോ. എനിക്ക് തന്നെ ഇവിടുത്തെ കിച്ചണത്തെ സംഭവങ്ങൾ അറിയില്ല. കാരണം ഉമ്മ തന്നെയാണ് അവിടെ ഫുൾ ആക്റ്റീവ്. അപ്പം ഞാൻ ഇപ്പോൾ ഇതാ പോയി വന്നു കേട്ടോ. പോയി വന്നതിന് ശേഷമാണ് ഞാൻ ഇന്ന് നീനുവിനെ ഡോക്ടറെ കാണിച്ച് വന്നതിന് ശേഷമാണ് കേട്ടോ ഫുഡ് കഴിക്കണത്. ഇപ്പോൾ സമയം ഏകദേശം ഒരു 12:30 ഒക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഉമ്മ നല്ല അടിപൊളി മത്തി, കുഞ്ഞ് ചെറിയ മത്തിയില്ലേ, മത്തിമീൻ നല്ല വറ്റിച്ച് കുരുമുളക് ഇട്ട് ചട്ടിയിലിങ്ങനെ വറ്റിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ പറയുമ്പോൾ തന്നെ എൻ്റെ നാവിൽ വെള്ളം വരുന്നുണ്ട്. അപ്പോൾ അതും 2 മുട്ട പുഴുങ്ങിയതും പിന്നെ ചോറിലേക്ക് ഉണ്ടാക്കിയ എന്താ പറയുക കുമ്പളങ്ങൻ്റെ കറിയാണ് കേട്ടോ. തേങ്ങ അരച്ച് തൈരൊക്കെ പറഞ്ഞിട്ടുണ്ടാക്കിയ മോര് കറി പോലെയല്ലേ, അതാണ് ഉള്ളത്. അത് കുറച്ച് അരിയിൽ നിന്ന് കഷ്ണം എടുത്തു. പിന്നെ അയലമീൻ പൊരിച്ചത്. അപ്പോൾ മത്തി കണ്ടപ്പോൾ ഞാൻ അതാണ് കൂടുതൽ എടുത്തത്. അയലമീൻ ഒരു പീസാണ് എടുത്തത് കേട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ
ഇന്ന് കഴിക്കണത്. രാവിലെ എഴുന്നേറ്റ് വന്നപാടെ ഇങ്ങനെ വെള്ളം ഇങ്ങനെ കുടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പോകാനുള്ളതുകൊണ്ട് എനിക്ക് അങ്ങനെ വിശപ്പും തോന്നിയില്ല. അപ്പോൾ ഞാൻ ഡോക്ടറെ കാണിച്ച് വന്നിട്ട് ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഉച്ചയ്ക്ക് ഇതാണ് കഴിച്ചത്. സത്യം പറഞ്ഞാൽ ഞാൻ ഇതന്നെ കഴിച്ചിട്ടുള്ളൂ എന്ന് കേട്ടോ. ഇത് കഴിച്ച് അങ്ങനെ പിന്നെ ഏകദേശം 1 മണിയായി കഴിച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ അത് കഴിഞ്ഞിട്ടും എന്താ പറയുക, ഇപ്പോഴാണ്ടോ ഞാൻ ഇന്ന് നമ്മുടെ തമിഴിൽ പറഞ്ഞ പോലെ ഞാൻ എൻ്റെ വെയിറ്റ് കുറയാത്തതിനുള്ള കാരണം ഞാൻ നന്നായിട്ട് ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്തു. പിന്നെ അനിയത്തിനോട് ചോദിച്ചു, അവൾ നോക്കിയപ്പോൾ മത്തന് പറയുന്നത് എനിക്ക് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, മത്തന് നമുക്ക് ഈ കീറ്റോ ഡയറ്റിൽ പറ്റില്ല, അത് എന്തോ എന്താ പറയുക അതിലെന്തോ ഉണ്ടെന്നുള്ള കമൻറ്റ് ഉണ്ടായിരുന്നു, ഗ്ലൂക്കോസ് ലെവൽ കൂടുതലാണെന്നുള്ള കമൻറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനത് ശരിയാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കുറച്ച് ദിവസമായിട്ട് നോക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ അതിൻ്റെ ഒരു തീരുമാനമായി, അത് അങ്ങനെ അലൗഡ് അല്ല എന്നുള്ളത്. അപ്പോൾ എനിക്ക് ഈ കമൻറ്റ് ഇട്ടത് ആരാണെങ്കിലും അവരോട് ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ. കാരണം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വെജിറ്റബിളാണ് ഈ മത്തൻ എന്ന് പറയുന്നത്. അതിങ്ങനെ വെച്ചിട്ട് കഴിക്കണം, എനിക്ക് ഉപ്പേരിയായിട്ടും അങ്ങനെ ജസ്റ്റ് ഒന്ന് വെച്ച് എന്ത് കഴിക്കണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാൻ അത് നമ്മൾ ഇതിലുണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ അത് ഒരുപാട് കഴിക്കണുണ്ട്, കുറച്ചൊന്നല്ല, ഒരുപാട് ക്വാണ്ടിറ്റി എടുത്തിട്ടാണ് ഞാൻ കഴിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് നല്ല രീതിയിൽ അത് നമുക്ക് ബാധിക്കുന്നുണ്ട് വെയിറ്റിൽ. പിന്നെ എന്താ പറയുക, കുറച്ചൊക്കെ കഴിക്കുകയാണെങ്കിൽ വലിയ കുഴപ്പമില്ല എന്നാണ് അതിൽ പറയണത് കേട്ടോ. ഞാനത് സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ ഒരുപാട് കഴിക്കണ്ട, കുറച്ച് കഴിക്കണതിന് കുഴപ്പമില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും അതറിഞ്ഞ് എനിക്ക് കമൻറ്റ് ഇട്ട ആളോട് ഒരുപാട് താങ്ക്സ് ഞാൻ പറയാണ്. അപ്പോൾ ഇങ്ങനെ ആ ഒരു ഭക്ഷണം രീതി മക്കളൊക്കെ എഴുന്നേറ്റ് വന്നു, അതൊക്കെ കഴിച്ച് കഴിഞ്ഞു ആ ഒരു സമയം. പിന്നെ പ്രത്യേകിച്ച് എനിക്കിവിടെ ഒരു പണിയില്ലാത്തതുകൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാനുമില്ല കേട്ടോ, ഇങ്ങനെ കാണിക്കാനേ ഉള്ളൂ. ഞാൻ ഒരു പണി എടുക്കുന്നില്ല, അങ്ങോട്ട് പോകുന്നില്ല. ഒന്നാമത് ഉമ്മാക്ക് പാത്രം കഴുകാനും പച്ചക്കറികൾ അരിഞ്ഞു കൊടുക്കാനും ഒക്കെ ഒരു സഹായത്തിനൊരു ചേച്ചി വരുന്നുണ്ട്. ചേച്ചി നല്ല എൻ്റെയൊക്കെ ഒരു പ്രായമാണ് കേട്ടോ. 2-3 മക്കളൊക്കെ സ്കൂൾക്ക് പറഞ്ഞയച്ചിട്ട് വരുന്നതാണ്, ശ്രീന എന്നാണ് പേര്. അപ്പോൾ അവർ വരുന്നുണ്ട്. അപ്പോൾ പിന്നെ മുറ്റടിച്ച് വാരി അതോർക്ക് അങ്ങനെയുള്ള പണികളൊക്കെ എടുക്കും. പിന്നെ ഉമ്മാക്ക് അടുക്കളയിലേക്ക് എല്ലാം അരിഞ്ഞു കൊടുക്കും. അങ്ങനെ എരിഞ്ഞു കൊടുത്താൽ തന്നെ നമ്മുടെ പണികളൊക്കെ ഒരുവിധം പെട്ടെന്ന് കഴിയുമല്ലോ. അപ്പോൾ അത് അവിടെ ഉള്ളതുകൊണ്ട് നമുക്ക് അങ്ങനെ കിച്ചണിലേക്ക് പോകേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഉച്ചയ്ക്ക് ശേഷം ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന കോമാളിത്തരൊക്കെ എന്താ വെച്ചാൽ, ഉച്ചയ്ക്ക് ശേഷം വെയിലൊക്കെ ഒന്ന് അറിയപ്പം ഇന്നലെ നീന് കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ഇൻസ്റ്റയിലും. 2 പേർക്കും ഉണ്ട് യൂട്യൂബ് ചാനൽ കേട്ടോ, ചെറുതായിട്ട് ഇങ്ങനെ അവരുടെ ഷോർട്സുകൾ ഇങ്ങനെ ഇടുന്നത്. അപ്പം 2 പേരും കൂടുമ്പോൾ ഒരുപാട് ഒരുമിച്ചുള്ള ഡാൻസൊക്കെ അങ്ങനെ എടുക്കാറുണ്ട് കേട്ടോ, എപ്പോഴെങ്കിലും കൂടുകയല്ലേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഇന്നലെ എടുത്തപ്പോൾ മോളുവിന് എന്താ വലിയ മൂഡില്ലായിരുന്നു, അപ്പോൾ അവൾ അവിടെ കടന്നുറങ്ങിയിട്ടോ. ഇന്നലെ നീനുവിൻ്റെ മാത്രം എടുത്തിട്ടുണ്ടായിരുന്നു. ഇന്നിപ്പോൾ 2 ആളും ഒരുമിച്ച് ഇറങ്ങിയിട്ടുണ്ട് ഡാൻസ് കളിക്കാനായിട്ട്. അപ്പോൾ ഇത് ആദ്യം നേരത്തെ കണ്ട വീഡിയോ അവർ പ്രാക്ടീസ് ചെയ്യണതാണ് കേട്ടോ. അപ്പോൾ ഞാനും ചെറുതായിട്ട് ചെറുപ്പത്തിലൊക്കെ ഞാൻ കുറേ ഡാൻസ് കളിച്ചതാണ്. ഇപ്പോൾ ഈ വണ്ണത്തിൻ്റെ പേരിൽ എല്ലാവരും കളിയാക്കുന്നത് കൊണ്ട് ഞാൻ അങ്ങനെ നോക്കാറില്ല കേട്ടോ. അപ്പോൾ അത് പ്രാക്ടീസ് ചെയ്തു. പിന്നെ അതിന് ശേഷം ഇപ്പോൾ കാണുന്നതാണ് നമ്മൾ ശരിക്കും വീഡിയോ എടുക്കുന്നത് കേട്ടോ. അതിൽ ഒരാൾ തെറ്റിക്കും, 2 ആൾ കളിക്കുമ്പോൾ പ്രശ്നമാണ്. ഒരാൾ റെഡി ആകുമ്പോൾ മറ്റാൾ തെറ്റിക്കും, മറ്റാൾ റെഡി ആകുമ്പോൾ മറ്റാൾ തെറ്റിക്കും എന്ന് പറഞ്ഞ പോലെ അങ്ങനെ കുറേ നേരം കലാപരിപാടികളാണ് കേട്ടോ. അതങ്ങനെ 2 ഷോട്ട്സാണ് ചെയ്തത്. 2 ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ഇങ്ങനെ ചെയ്യേണ്ടത്, ഒന്ന് ഈ സൈഡിൽ നിന്ന് ആ സൈഡിൽ നിന്നൊക്കെ ആയിട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഒന്ന് ഇന്നലെ അവർ ഓരും പാടെ 2 ആളും പാടെ കൊളാബ് ചെയ്തിട്ട് ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ എന്നോട് ആരോ കമൻറ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റ ID ഒന്ന് പറയുമോ എന്നൊക്കെ. അപ്പോൾ ഞാനത് എങ്ങനെയാണ് അത് കോപ്പി പേസ്റ്റ് ചെയ്ത് ഇട്ടാൽ കിട്ടുമെന്ന് എനിക്കറിയില്ല. എന്തായാലും ഞാൻ ഇതിൻ്റെ ഈ കമൻറ്റ് ബോക്സിൻ്റെ ഇതിൽ ഞാൻ എന്തായാലും ചെയ്ത് നോക്കാം കേട്ടോ, കിട്ടുമെന്ന് അറിയില്ല. അങ്ങനെ വൈകുന്നേരം ഇതൊക്കെയായിരുന്നു പരിപാടി കേട്ടോ. കുറേ നേരം മുറ്റത്തോട്ട്, പിന്നെ കുറച്ച് നേരം ഞങ്ങൾ അവിടെ അങ്ങനെ കറങ്ങി നടന്നു. പിന്നെ വെറുതെ വീഡിയോ എടുത്ത് നേരം കളയേണ്ടല്ലോ ഇതിട്ടാണ് കാര്യമായിട്ട് അവരുടെ റീൽസ് ഷോർട്സൊക്കെ എടുക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ പരിപാടി. പിന്നെ വൈകുന്നേരം ഞങ്ങൾ പരിപ്പുവടയും ചായയൊക്കെ കുടിച്ചു. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ഷോർട്സായിട്ട് ഇട്ടിട്ടുണ്ട്. അങ്ങനെയൊക്കെയാണ്. പിന്നെ ഏകദേശം രാത്രി ആയിട്ടോ. അപ്പോൾ രാത്രി ഒരു 8 മണിയോട് കൂടിയാണ് നുജൂം എത്തുക. പിന്നെ 8-8:30 ആവും, ചിലപ്പോൾ 10 മണിയാവും. എന്തെങ്കിലും വർക്ക് കൂടുതലാണെന്നുണ്ടെങ്കിൽ വീട്ടിലെത്താൻ എന്തായാലും ചെയ്യാൻ പറ്റില്ല. വന്നാൽ പിന്നെ നീലുവിനെ കളിപ്പിക്കുക, പിന്നെ ഉമ്മാനോട് കുറച്ച് നേരം സംസാരിക്കുക, ഞാനെൻ്റെയോട് കുറച്ച് സംസാരിക്കുക, ഇതിനൊക്കെ എല്ലാ ടൈം ഉണ്ടാവുള്ളൂ. അപ്പോൾ വീട്ടിൽ വന്നാൽ അധികം പണിയെടുക്കാൻ സമയമില്ലാത്തതുകൊണ്ട് കഴിയുന്നതും അവിടുന്ന് തന്നെ അവൻ്റെ വീട്ടിൽ നിന്ന് തന്നെ ഡ്യൂട്ടികളൊക്കെ തീർത്തിട്ടാണ് വീട്ടിലേക്ക് വരിക. അങ്ങനെ ആകുമ്പോൾ കുറച്ച് ലേറ്റ് ആവും. അധിക ദിവസം ഒരു 8-8:30 ആകുമ്പോൾ എത്തും കേട്ടോ. അപ്പോൾ അങ്ങനെ വന്ന് അവൻ ഫുഡൊക്കെ കഴിച്ചു. ഇന്നിപ്പോൾ രാത്രി നെയ്ച്ചോറ് ഗീ റൈസ് തന്നെയാണ് ഇന്ന് ഉണ്ടായിരുന്നത്. പിന്നെ സാദാ ചോറും ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. സാദാ ചോറുക്കാണ് നമ്മൾ കുമ്പളങ്ങ കറിയൊക്കെ ഉണ്ടാക്കുന്നത്. ഗീ റൈസ് ഈ നീനൂട്ടിക്ക് വേണ്ടി ഉണ്ടാക്കുന്നതാണ്. അവൾ കഴിക്കൂലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ഉമ്മ കുറച്ച് ഉണ്ടാക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ എല്ലാം കൂടെ വെച്ചു.
പിന്നെ അതെല്ലാവരും കഴിച്ചതിന് ശേഷം ഉമ്മ കഴിക്കുന്നുണ്ട്. അത് കഴിച്ച് കഴിഞ്ഞതിന് ശേഷം ഇതാ ഞങ്ങൾ പോവാണ് കേട്ടോ ഒന്ന്. അപ്പം പോവുകയാണെന്ന് വെച്ചാൽ മോളൂന് ഇന്ന് കൊണ്ടുപോകാൻ മോളൂൻ്റെ ഹസ്ബൻഡ് അൻസാറ് വരുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇവിടെയാണെന്ന് പറഞ്ഞപ്പോൾ ഏതായാലും ഞങ്ങൾ ഇവിടെയാണല്ലോ, അപ്പോൾ ഇവിടെ വന്നിട്ട് ഞങ്ങളെ കൊണ്ട് നേരെ അരീക്കോട് പോയി. അവിടെ ഞങ്ങളെ ഇറക്കിയിട്ട് പിന്നെ മോളൂൻ്റെ കുറച്ച് സാധനങ്ങൾ അരീക്കോട് ഉണ്ട്. ഞങ്ങളങ്ങനെ 2 ദിവസം നിൽക്കാനൊന്നും വന്നതായിരുന്നില്ല കേട്ടോ. ഒരു ദിവസം നിന്ന് പോകാമെന്ന് കരുതിയിട്ടുണ്ടത്. പിന്നെ ഇങ്ങനെ തട്ടിമുട്ടി 2 ദിവസം ആയതാണ്. അപ്പം മോളൂൻ്റെ കുറച്ച് സാധനങ്ങളൊക്കെ അരീക്കോട് ഉണ്ട്, അതും എടുക്കണം. അപ്പോൾ ഞങ്ങളെയും കൊണ്ട് നേരെ അരീക്കോട് പോയി. അവിടുന്ന് പിന്നെ അവർ അതൊക്കെ എടുത്തിട്ട് അങ്ങനെ പോകാമെന്നുള്ള പ്ലാനാണ്. അങ്ങനെ ഒരു ഏകദേശം ഒരു 10-11 മണിയൊക്കെ ആയപ്പോഴാണ് അൻസാർ വന്നത് കേട്ടോ. വന്ന് എല്ലാവരും പിന്നെ ഒരുമിച്ചുള്ള ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. പിന്നെ എന്താ പറയുക, ഫുഡൊക്കെ കഴിച്ചു. ഓനുള്ള ഫുഡ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അവന് നല്ല ഇഷ്ടമാണ് ദോശ കേട്ടോ. അപ്പോൾ അതൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ആയിറൂസിന് നമ്മൾ കഞ്ഞിയൊക്കെ കൊടുത്ത് മേലേകി പിന്നെ നല്ല സുന്ദര കുട്ടപ്പനാക്കി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ മോള് ബാഗൊക്കെ ആയിട്ട് ഇറങ്ങണ കണ്ടപ്പോൾ നുജുമിൻ്റെ അടുത്ത് നിന്ന് ഇങ്ങനെ മോളിൻ്റെ അടുത്തേക്ക് ചാടുകയാണ് കേട്ടോ. കാരണം എല്ലാവരും പോവാന്ന് പറഞ്ഞാൽ പോകണം, അപ്പം പോവാന്നുള്ളതാണല്ലേ എല്ലാ മക്കൾക്കും ഇങ്ങനെയാണല്ലേ. പോവുക ഇത് ഒറ്റ പരിപാടിയുള്ളൂ. എടുക്കുകയാണെങ്കിൽ നമ്മൾ തട്ടിട്ട് അപ്പം പോവാന്നാണ് വീട്ടിൽ നിന്ന് നമ്മളങ്ങനെ തട്ടിടില്ലല്ലോ. അപ്പം തട്ടിട്ട് ഇട്ട് കാണുമ്പോൾ അപ്പോൾ പോവാന്നാണ് അവൻ്റെ വിചാരം. അപ്പോൾ പോവാന്നുള്ള ഒരു സംഭവമാണ് കേട്ടോ. അങ്ങനെ അൻസാർ പുറത്തിറങ്ങിയപ്പോൾ മോളൂൻ്റെ അടുത്ത് നിന്ന് അങ്ങോട്ടും ചാടി. അങ്ങനെ ഞങ്ങളിതാ എല്ലാവരും ഒരു അവിഞ്ഞ ലുക്കിലാണ് പോകുന്നത്. കാരണം രാത്രിയാണല്ലോ, ഇനിയിപ്പോൾ നേരെ വീട്ടിലേക്ക് പോവുക, ഇടയിലൊന്നും എവിടെ ഇറങ്ങുന്നൊന്നുമില്ലല്ലോ. അപ്പോൾ ഒക്കെ വണ്ടിയിൽ അങ്ങോട്ട് കയറുക പോവാന്നുള്ളൊരു സംഭവം ആയതുകൊണ്ട് ഞങ്ങളങ്ങനെ മേക്കപ്പ് ഇട്ട് സുന്ദരികളൊന്നും ആയിട്ടില്ല, ഉള്ള ലുക്കിൽ അങ്ങനെ പോവാണ്. ഞാൻ പിന്നെ രാവിലെ നീനുവിനെ ഡോക്ടറെ കാണിക്കാൻ വേണ്ടിയിട്ട് മാറ്റിയ ഡ്രസ്സ് ഇതുവരെ അയച്ചു വെച്ചിട്ടില്ല. നീനും ഡ്രസ്സ് മാറ്റിയിട്ടൊന്നുമില്ല, എന്നാലും മുടിയൊന്നും വാർന്ന് അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. മോള് പിന്നെ ഡാൻസ് കളിക്കാൻ വേണ്ടി ഇട്ടതാണ് കേട്ടോ ഡ്രസ്സ്. അവൻ്റെ ഊരി വെച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്യണേ, ഇവിടെ നിന്ന് അങ്ങനെ 2 ദിവസം നിന്ന് പോവാണ് കേട്ടോ. ഒന്നാമത് ഇതുമൂന്ന് സ്കൂളും കാര്യങ്ങളൊക്കെ മിസ്സാവണുണ്ട്, മദ്രസും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഒരുപാട് ദിവസം നിൽക്കാനും കഴിയില്ല. അപ്പം മാൻ്റെ മുഖത്ത് കണ്ടോ ചെറുതായിട്ടൊരു വിഷമൊക്കെ ഉണ്ട്. അത്ര ആയാലും അല്ലേ, വന്ന് പോകുമ്പോൾ നമുക്കും ഉണ്ടാവും അങ്ങോട്ടും ഉണ്ടാവും. പിന്നെ എന്താ ഇപ്പോൾ ചെയ്യുക, ഞാൻ എല്ലാ വീഡിയോയിൽ പറയുന്ന പോലെ നമ്മൾ പെൺകുട്ടിയൊക്കെ ഈ ഒരു വിരഹദുഃഖം കൂടുതൽ എനിക്ക് തോന്നുന്നു. കാരണം കല്യാണം കഴിഞ്ഞ് പോകുമ്പോൾ നമ്മളന്മാരിപ്പാരടുത്തുനിന്ന് പോവാം. പിന്നെ ഗൾഫിലൊക്കെ ഉള്ള ആണുങ്ങൾക്കാണ് കൂടുതൽ അതിൻ്റെ പ്രശ്നങ്ങളൊക്കെ വരിക. എൻ്റെ നുജുമിന് ആകെയുള്ള ഓൻ പഠിക്കുന്ന കാലത്തേ അവൻ്റെ സ്വപ്നം എന്താ വെച്ചാൽ വീട്ടിൽ നിന്ന് പോയി വരുന്ന ഒരു പണി കിട്ടണം എന്നായിരുന്നു കേട്ടോ. അവൻ്റെ ഒരു ഇഷ്ടം. എന്താ അവൻ്റെ ലക്ഷ്യം എന്ന് ചോദിച്ചാൽ അവൻ അതാ പറയാം. എല്ലാത്തിലും നല്ല മാർക്ക് വാങ്ങി, ഞങ്ങളെ പോലെയൊന്നുമല്ല കേട്ടോ, നല്ല LKG മുതൽ നല്ല എല്ലാത്തിലും 1ാം റാങ്ക് വാങ്ങി പിന്നെ മെഡിക്കൽ വരെ കിട്ടിയിട്ടുള്ള ആളാണ്. പിന്നെ അവന് എൻജിനീയറിങ്ങിൻ്റെ ഭാഗം ഇഷ്ടമായതുകൊണ്ട് അവൻ എൻജിനീയറിങ് പഠിച്ച് അങ്ങനെ എന്താ പറയുക അതിൻ്റെ MTech എടുത്തു, PG എന്താ പറയുക, എനിക്ക് എന്താ പഠിക്കാനും കൂടി കറക്റ്റ് അറിയില്ല കേട്ടോ. PhD ഒക്കെ എടുത്തിട്ട് പോസ്റ്റ് ഡോക്ക് ചെയ്ത് NIT അവൻ്റെ ലക്ഷ്യം NIT കോളേജിലാണ്. അവിടുന്ന് വീട്ടിൽ നിന്ന് പോയി വരിക എന്നുള്ള ജോലിക്ക് പോകാൻ അമ്മാൻ്റെ ഉപ്പാൻ്റെ ഇപ്പോൾ ഫാമിലീൻ്റെ ഇപ്പോൾ ഒരുമിച്ച് കുറേ പൈസ കിട്ടുന്നതിലെല്ലാം നമുക്ക് ആ ഫാമിലി ആയിട്ടുള്ള ഒരു ലൈഫാണ് എന്നുള്ള ഒരു മൈൻഡായിരുന്നു അവന്. ആ ഒരു സംഭവം ആയതുകൊണ്ട് തന്നെ അവൻ്റെ ആഗ്രഹത്തിലെത്തി. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് നമ്മളെല്ലാവരും എപ്പോഴും ഒരു സംഭവം നമുക്കും അങ്ങനെയാണല്ലോ, ഒരുമിച്ച് കൂടുക എന്ന് പറയുന്നത് അത്രയും ഇഷ്ടമുള്ള കാര്യമാണ്. എന്നാൽ അത്യാവശ്യത്തിന് നമുക്ക് ആവശ്യത്തിനുള്ള പൈസയും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്, ചെയ്യുന്നുണ്ട്, വളരെ ഹാപ്പി ആയിട്ട് അങ്ങനെ പോകുന്നുണ്ട്. വേറെ അസുഖങ്ങളൊന്നും കാര്യങ്ങളൊന്നും ഇല്ലാതെ മതി എന്നുള്ള പ്രാർത്ഥനയിൽ അങ്ങനെ പോവുകയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയതാ ഇപ്പോൾ നമ്മുടെ അരീക്കോട് എത്തി. അരീക്കോട് പിന്നെ മോള് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ വരുന്നുണ്ടെന്ന് എൻ്റെ ഹസ്ബൻഡിനോട്. അതുകൊണ്ട് അതിലൊക്കെ തുറന്നിട്ട് ലൈറ്റൊക്കെ ഇട്ട് ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. ഞങ്ങൾ നേരെ ചെന്നു. പിന്നെ വന്ന പാടെ നേരെ എടുത്ത് വെക്കാനുള്ളതൊക്കെ എടുത്ത് വെക്കുക, സഡപ്പെട്ട് അങ്ങനെയുള്ള പരിപാടികളായിരുന്നു. ഐറൂസിന് പിന്നെ പാലുണ്ടാക്കാൻ നോക്കിയപ്പം ബാഗൊക്കെ അവൾ കാറിൽ ഓൾറെഡി വെച്ചിട്ട് അങ്ങോട്ട് പോകുന്നത്. അപ്പോൾ പാല് നോക്കിയപ്പോൾ പാലും കുപ്പിയും കാര്യങ്ങളൊക്കെ മോളൂൻ്റെ ബാഗിലായിട്ട്. അപ്പോൾ അത് ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. ഏതായാലും കുഴപ്പമില്ല, ഞാൻ അവിടെ എത്തിയിട്ട് ഉണ്ടാക്കി കൊടുത്തോളാം എന്നൊക്കെ പറഞ്ഞ് പോവാണ്. ചായ കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടുന്ന്. പിന്നെ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു, മഞ്ചേരിയിൽ നിന്നാണ് അൻസാർ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ വന്നപ്പോൾ ഒരു ചായ ഉണ്ടാക്കാൻ പറഞ്ഞു. അവന് ഒരു ചായ മാത്രം കേട്ടോ, സ്നാക്സൊക്കെ കൊടുത്തിട്ട് അതൊന്നും കുടിച്ചില്ല, അത് മാത്രം കഴിച്ചതാ അവർ ഇറങ്ങായി. 2-3 ദിവസം അവിടെ നിന്ന് പോയതുകൊണ്ട് തന്നെ മോളൂനുണ്ട് സങ്കടം. ഞാനിപ്പോൾ അവിടുന്ന് പോരുമ്പോൾ എനിക്കുണ്ടൊരു സങ്കടം, ഇവിടുന്ന് മോള് പോകുമ്പോൾ സങ്കടം. അതിപ്പോൾ എന്താ പറയുക,
അതങ്ങനെയാണല്ലോ. ഇനിയിപ്പോൾ അതുമ്പോൾ ഞാൻ വല്ലാതെ അങ്ങോട്ട് കൂടുന്നില്ല. അങ്ങനെ അപ്പോൾ അവൾ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ ഐറൂസിനാണെങ്കിൽ ഐറൂസിന് വിചാരം ഇവിടെ മഞ്ചേരി 2 ദിവസം നിന്നിട്ട് ഇവിടെ നിൽക്കാൻ വന്നതാണെന്ന് കേട്ടോ അവൻ്റെ വിചാരം. അപ്പോൾ ഇവിടുന്ന് പോകണത് അവന് വിചാരിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവന് പോകാൻ വലിയ താല്പര്യമില്ലാത്ത പോലെ ആയിരുന്നു കേട്ടോ. ഇവിടെ അങ്ങനെ ബുബു ഇടേ കാക്കച്ചി ഇടേ എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ കളിക്കണം അവിടെ. പിന്നെ എന്താ പറയുക, ഇവിടെ എൻ്റെ ഹസ്ബൻഡ് ഇങ്ങനെ പല്ലിയൊക്കെ മുകളിലൂടെ ഇങ്ങനെ നടക്കുമ്പോൾ അതിങ്ങനെ കാണിച്ചു കൊടുക്കും, ബൂബു ബൂബു എന്ന് കണ്ട്. അപ്പോൾ ഇപ്പോൾ ഇവിടെ മുകളിലൂടെ ഒരു പല്ലീനെ കണ്ടിട്ട് അങ്ങോട്ട് നോക്കിയിട്ട് ബൂ 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 എന്ന് നടക്കുന്നുണ്ട്. അപ്പം ഇപ്പോൾ സമയം ഏകദേശം ഒരു 11:30-12 മണിയൊക്കെ ആവാനായിട്ടുണ്ട് കേട്ടോ. അപ്പം ഐറൂസിനെ പോകാൻ ഇന്ന് അവൻ പോണത് തീരെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ പോകാൻ അവനാണ്ട് ഇറങ്ങുന്നില്ല കേട്ടോ, കൈയാട്ടിയിട്ടൊന്നും. ഇന്നിവിടെ നിൽക്കുകയാണെന്ന് അവന്. പിന്നെ അവൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ രണ്ടാളും ഭയങ്കര സെറ്റാണ് കേട്ടോ. അപ്പം അതുകൊണ്ട് തന്നെ എന്താ പറയുക, ഇപ്പോൾ ഞങ്ങൾ മഞ്ചേരിയിലായതുകൊണ്ട് ഹസ്ബൻഡിനെ വല്ലാതെ കളിക്കാനൊന്നും കഴിഞ്ഞിട്ടില്ല എൻ്റെ ഹസ്ബൻഡിൻ്റെ കൂടെ. അപ്പോൾ അവനെയും എന്നാ പോണത് കണ്ടപ്പോൾ എൻ്റെ ഹസ്ബൻഡിനെ കണ്ടപ്പോൾ അവന് പോകാൻ വലിയ പൂതിയൊന്നുമില്ല കേട്ടോ. ഇങ്ങോട്ട് ചാടുകയാണ്, ആ പല്ലിനെയൊക്കെ നോക്കിയിട്ടാണ്, പല്ലിനെയാണ് കാണുന്നത്. അപ്പോൾ രണ്ട് പേർ കൊണ്ട് ഈ പല്ലിനെ കാണുമ്പോൾ ഐറൂസും എൻ്റെ ഹസ്ബൻഡും കൂടി ഈ ഒരു വടിയേറ്റ് ഇങ്ങനെ പല്ലിനെ നോക്കാൻ വേണ്ടി ഇങ്ങനെ പോകും. അപ്പോൾ അവനത് കണ്ടപ്പോൾ ഇവിടുന്ന് പോകാനേ ഒരു ആഗ്രഹമില്ല കേട്ടോ. ഏതായാലും നേരെ ഒരുപാട് വൈകുകയും ചെയ്തു. എല്ലാവർക്കും ഉറക്കം വരുന്നുണ്ട്. പിന്നെ അധികം നേരം കളിക്കാൻ നിൽക്കാതെ അതാ അവർ പോവുകയാണ് കേട്ടോ. ഇപ്പോൾ നാളെ മറ്റന്നാൾ ഒന്നും കൂടി കാണാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. കാരണം തുത്തുവിൻ്റെ ചെറിയ മോൻ്റെ ആര്യൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ എല്ലാവരും വിളിച്ചിട്ടുണ്ട്, എല്ലാവരും പോകുമെന്ന് വിചാരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അന്ന് കാണാമെന്നൊക്കെ പറഞ്ഞ് സമാധാനത്തിലാണ് പോണത് കേട്ടോ. അപ്പോൾ അവൾ പോയപ്പോൾ ഞാനിങ്ങനെ ഇതവിടെ ഇരുന്നതാണ്. അപ്പോൾ നീനുട്ടി എന്നെ ഇങ്ങനെ കളിയാക്കി, എൻ്റെ അമ്മച്ചിക്ക് ഞാനില്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കളിയാക്കുകയാണ്. അപ്പോൾ ചെറിയതായിട്ട് ഇങ്ങനെ കുഞ്ഞു ക്യൂട്ട്നെസ് വീഡിയോസൊക്കെ ഇങ്ങനെ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ എന്താ പറയുക, അങ്ങനെ കാണിച്ചപ്പോൾ അവൾ എന്നോട് പറയണേ 40-ാം വയസ്സിലാട്ടല്ലോ എൻ്റെ ക്യൂട്ട്നെസ് എന്നൊക്കെ പറഞ്ഞ് എന്നെ കളിയാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ സങ്കടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഓരോന്ന് പറയുകയാണ്. അപ്പോൾ അതാ ഇന്ന് ഇത്രയേ ഉള്ളൂ. അപ്പോൾ നാളത്തെ വീഡിയോ ആയിട്ട് നാളെ വരാം. ബൈ ബൈ.